മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA നാച്ചുറൽ സയൻസിൻ്റെ മൊഡ്യൂൾ 2 ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള ന്യൂട്രീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ന്യൂട്രീഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം ന്യൂട്രീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഡൈജഷൻ പാർട്ട്, ഹ്യൂമൻ ഡൈജഷൻ പറയണോ ഉണ്ടായിരുന്നു. നമ്മുടെ സിലബസിൽ ഡൈജഷൻ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ SCERT സിലബസിൽ പറയുമ്പോൾ, അതായത് 10th വരെയുള്ള ചാപ്റ്റേഴ്സിൽ ഡൈജഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 6ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിൽ, അതേപോലെ 9ാം ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഡൈജഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഡൈജഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ കാരണമാണ് ഡൈജഷൻ കുറച്ച് ലേറ്റ് ആയിട്ടുള്ളത്. നമുക്ക് കൂടുതലായിട്ട് ഇൻട്രോ പാർട്ട് പറയാതെ ഡയറക്റ്റായിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ പോകാം. ഡൈജഷൻ പറയുമ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈജഷൻ്റെ ആദ്യത്തിൽ വരുന്ന ന്യൂട്രീഷൻ എന്താണ്, അതേപോലെ അവശ്യ പോഷണം, മാൽ ന്യൂട്രീഷൻ എന്താണ്, പോഷകങ്ങൾ, ബാലൻസ്ഡ് ഡയറ്റ്, പോഷണത്തിൻ്റെ പലതരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ എന്താണ്, ദഹനവും ആഗിരണവും, അതേപോലെ ദഹന വ്യവസ്ഥ, പിന്നീട് ദഹന ഗ്രന്ഥികൾ ഏതൊക്കെയാണ്, ഭക്ഷണത്തിൻ്റെ ദഹനം എങ്ങനെയാണ് നടക്കുന്നത്, വദനഗഹ്വരത്തിൽ, അതേപോലെ ആമാശയത്തിൽ, ചെറുകുടലിൽ, വൻകുടലിൽ ഒക്കെ ദഹനം നടക്കുന്നത് എങ്ങനെയാണ്, അവിടെ ഭക്ഷണത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ആമാശയത്തിൽ HCLൻ്റെ പങ്ക് തുടങ്ങിയവയും, പിന്നെ അതേപോലെ ദഹിച്ച പദാർത്ഥങ്ങൾ എങ്ങനെയാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്, അതേപോലെ സാംശീകരണം, ന്യൂറൽ ആൻഡ് ഹോർമോണൽ കൺട്രോൾ ഓഫ് ഡൈജഷൻ, ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന താളപ്പിഴകൾ, അതേപോലെ റൂമിനൻ്റ് ആനിമൽസിനെ പറയുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മൾ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സും നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു പോകും. അപ്പം നമുക്ക് കൂടുതലായിട്ട് ഇൻട്രോ പാർട്ട് പറയാതെ ഡയറക്റ്റായിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ പോകാം. നമ്മുടെ ടോപ്പിക്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന വാക്കാണ് ന്യൂട്രീഷൻ. എന്താണ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ എന്ന് പറയുന്ന വാക്ക് പല അർത്ഥത്തിൽ നമ്മൾ എടുക്കാറുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ജീവൻ നിലനിർത്താൻ ഒരു ജീവിവർഗത്തിൻ്റെ ശരീരത്തിൽ ഭക്ഷണം ഉപയോഗിച്ച് നടക്കുന്ന ബയോകെമിക്കൽ ഓർ ഫിസിയോളജിക്കൽ പ്രക്രിയയാണ് പോഷണം എന്ന് നമുക്ക് പറയാം, അല്ലെ പോഷണം അതാ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, ജീവൻ നിലനിർത്താൻ ഒരു ജീവിവർഗത്തിൻ്റെ ശരീരത്തിൽ ഭക്ഷണം ഉപയോഗിച്ച് നടത്തുന്ന ബയോകെമിക്കൽ ഓർ ബയോളജിക്കൽ ആണ്, അതേപോലെ തന്നെ ബയോകെമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ റിയാക്ഷൻസിൻ്റെ ഒരു കാസ്കേഡ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോഷണം എന്ന് പറയുന്നത്. അപ്പോൾ പോഷണം പറയുമ്പോൾ എന്താണ്, നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിക്കുന്നത് മുതൽ, അല്ലേ, ആഹാരം സ്വീകരിക്കുന്ന മുതൽ അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്നതാണ് ആഹാരത്തിൻ്റെ ഡൈജഷൻ. അത് കഴിയുമ്പോൾ ആഹാരത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഈ അബ്സോർബ് ചെയ്തിരിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ആ ന്യൂട്രിയൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, സാംശീകരണം അഥവാ അതിനെ സെൽസ് ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗത്തെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിനെ ഇജക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ പുറത്തേക്ക് കളയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മലവിസർജനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാസ്കേഡ് ഓഫ് റിയാക്ഷൻസ്, അല്ലേ, ആദ്യം ആഹാരം കഴിക്കുന്നത് മുതൽ അത് പുറത്തേക്ക് കളയുന്ന വരെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് ന്യൂട്രീഷൻ എന്ന് പറയാം, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ. അതേപോലെ നാം കഴിക്കുന്ന ആഹാരം ദഹിക്കുകയും ആഗിരണം ചെയ്യുകയും അതുപയോഗിച്ച് ശരീരത്തിൻ്റെ വളർച്ച, നിലനിൽപ്പ് എന്നിവ സാധ്യമാക്കുകയും ചെയ്യുന്ന കൂട്ടായ പ്രവർത്തനമാണ് പോഷണം എന്ന് പറയാം. അപ്പം നാം കഴിക്കുന്ന ആഹാരം ദഹിക്കുന്നു, അത് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, ആ ആഗിരണം ചെയ്യപ്പെട്ടിരിക്കുന്ന അതിനകത്തുള്ള ന്യൂട്രിയൻസ് വെച്ച് നമ്മുടെ വളർച്ച, നിലനിൽപ്പ് എന്നിവ സാധ്യമാക്കുകയും ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, പോഷണം അഥവാ ന്യൂട്രീഷൻ എന്ന് പറയാം. ആഹാരത്തിൽ പോഷകങ്ങൾ കൃത്യമായ അളവിൽ അടങ്ങിയിരിക്കണം. നമ്മളിനി അതിനെപ്പറ്റി ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആഹാരത്തിൽ പോഷകങ്ങൾ കൃത്യമായി അടങ്ങിയിരിക്കണം. എന്തുകൊണ്ടാണ്, ആ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വളർച്ചയും അതേപോലെ നിലനിൽപ്പിനെ തന്നെ നമ്മൾ ഈ പറയുന്ന ആഹാരത്തിനെ ആശ്രയിച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അവശ്യ പോഷണം എന്ന് നോക്കാം. എന്താണ് അവശ്യ പോഷണം? അവശ്യ പോഷണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശരീരത്തിന് ആവശ്യമായ അളവിലുള്ള പോഷകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവശ്യ പോഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിന് ആവശ്യമായ പോഷണം എന്താ, ആവശ്യമായിട്ടുള്ള രീതിയിൽ എത്ര എമൗണ്ട് കാർബോഹൈഡ്രേറ്റ് വേണം, ഇത്ര എമൗണ്ട് പ്രോട്ടീൻ വേണം, ഇത്ര എമൗണ്ട് ലിപ്പിഡ്സ് വേണം, ഇത്ര വൈറ്റമിൻസ് നമ്മുടെ ബോഡിക്ക് വേണം എന്ന് പറഞ്ഞൊരു കണക്കുണ്ടല്ലേ. ആ കറക്റ്റായിട്ടുള്ള അളവിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
അവശ്യ പോഷണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിന് ആവശ്യമായ അളവിലുള്ള പോഷകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവശ്യ പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഈ അവശ്യ പോഷണം ആരോഗ്യം, സന്തോഷം, കാര്യക്ഷമത, ദീർഘായുസ് തുടങ്ങിയവയൊക്കെ നമുക്ക് നൽകും. അപ്പോൾ അവശ്യ പോഷണം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വ്യക്തിയുടെ ശരീരത്തിന് ആവശ്യമായ അളവിലുള്ള പോഷകങ്ങളെയാണ് നമ്മൾ അവശ്യ പോഷകം എന്ന് പറയുന്നത്. ഓക്കെ, അവശ്യ പോഷണം എന്ന് പറയുന്നത്. നമുക്ക് അവശ്യ പോഷണത്തിൻ്റെ അടയാളങ്ങൾ, അല്ലെ നമ്മുടെ ബോഡിക്ക് അവശ്യ പോഷണങ്ങൾ കിട്ടുന്നുണ്ടോ, എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിലുള്ള പോഷകങ്ങളാണ് അവശ്യ പോഷകം എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഈ പോഷകങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് അവശ്യ പോഷകങ്ങളുടെ ലക്ഷണം. പ്രായത്തിനനുസരിച്ചുള്ള ഉയരം വേണം, അതേപോലെ പ്രായത്തിനും ഉയരത്തിനും അനുസരിച്ചുള്ള ഭാരം വേണം. നമുക്ക് BMI ഒക്കെ അറിയാലേ, ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ നോക്കാറുണ്ട്. നമ്മുടെ ഹൈറ്റിനനുസരിച്ചാണ് നമ്മുടെ വെയിറ്റ് നമ്മൾ നോക്കാറുണ്ട്, അല്ലേ? ഈ പറയുന്ന ഹൈറ്റും വെയിറ്റും ഒക്കെ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവശ്യ പോഷണം ലഭിക്കുന്നുണ്ട്, നമുക്ക് ആഹാരത്തിൽ ആവശ്യമായ അളവിലുള്ള പോഷകങ്ങൾ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാമല്ലേ. അതേപോലെ നമ്മുടെ ശരീരപ്രകൃതി, നമ്മൾ ഒരുപാട് ഒബീസ് ആവാൻ പാടില്ല, അതേപോലെ നമ്മൾ തീരെ മെലിഞ്ഞിരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിലല്ല, ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു നോർമൽ വ്യക്തിയിൽ കാണപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓരോരോ വ്യക്തികളെ അനുസരിച്ച് അവരുടെ ജെനറ്റിക്സിനെ അനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നാലും കൃത്യമായ ശരീരപ്രകൃതി ഉണ്ടാകണം, അതേപോലെ ജീവസ്സുള്ള ചർമ്മമായിരിക്കണം, ആരോഗ്യമുള്ള മുടി ഉണ്ടായിരിക്കണം, രക്തശോഭയുള്ള നഖമുണ്ടായിരിക്കണം, കൃത്യമായ നിൽപ്പ്, ശരിയായ നടത്തം, ജിജ്ഞാസയും ജാഗ്രതയുമുള്ള കണ്ണുകൾ, നല്ല വിശപ്പ്, ശരിയായ മലവിസർജനം, ആത്മവിശ്വാസം, ആകർഷകമായ വ്യക്തിത്വം, അതേപോലെ ജീവിതത്തിലെ ശുഭപ്രതീക്ഷയും സുസ്ഥിതിയും. ഇതൊക്കെയാണ് അവശ്യ പോഷകത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നത്. ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അവശ്യ പോഷകം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത് നോക്കി, അപപോഷണം. അവശ്യ പോഷണം എന്ന് പറഞ്ഞാൽ കൃത്യമായ അളവിലുള്ള പോഷകങ്ങളാണ്, അല്ലേ? അപപോഷണം എന്ന് പറഞ്ഞാൽ അഥവാ മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അഭികാമ്യമല്ലാത്ത പോഷണം, ആരോഗ്യമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നതിനെയാണ് അപപോഷണം എന്ന് പറയുന്നത്. അതായത് അവശ്യ പോഷണം എന്ന് പറഞ്ഞാൽ കൃത്യമായ അളവിലുള്ള പോഷണമായിരുന്നു, അല്ലേ? പക്ഷേ ഇവിടെ അഭികാമ്യമില്ലാത്ത പോഷണം, അതായത് കൃത്യമായ അളവിലില്ലാത്ത പോഷണം, അത് ചിലപ്പോൾ കൂടുതലാവാം കുറവാകാം. അപ്പോൾ കൂടുതലോ കൃത്യമായ അളവിലുള്ള പോഷണം, അവശ്യ പോഷകത്തിൽ നിന്ന് കൂടുതലോ കുറവോ ആകുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, അപപോഷണം അഥവാ മാൽ ന്യൂട്രീഷൻ എന്ന് പറയും. കുറവോ കൂടുതലോ അസന്തുലിതമായ പോഷകങ്ങളോ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതിന് അപപോഷണത്തിന് കാരണമാകും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ, കൂടുതലാകാൻ പാടില്ല, കുറവാകാൻ പാടില്ല, സന്തുലിതമല്ലാത്ത പോഷണം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലും നമുക്ക് അപപോഷണം ഉണ്ടാകാം. അപപോഷണം നമുക്ക് ശരിക്കും രണ്ട് വിധത്തിൽ പറയാം. നമ്മൾ പറഞ്ഞില്ലേ, കൂടുതലും ആകാൻ പാടില്ല, കുറവും ആകാൻ പാടില്ല, അല്ലേ? ശരിയായ അളവിലുള്ള പോഷണമാണ് വരേണ്ടത്. സോ അപപോഷണം നമുക്ക് എന്താ രണ്ട് രീതിയിൽ പറയാം. മാൽ ന്യൂട്രീഷൻ രണ്ട് വിധത്തിലുണ്ട്. ഏതൊക്കെയാണ്? ന്യൂനപോഷണവും അമിത പോഷണവും. നമ്മൾ പറഞ്ഞ് കൂടുതലാവുക അല്ലെ കുറവോ ആകാൻ പാടില്ല. അപ്പോൾ കൂടുതലാണെങ്കിൽ നമ്മളതിനെ ഓവർ ന്യൂട്രീഷൻ അഥവാ അമിത പോഷണമെന്നും, കുറവാണെങ്കിൽ നമ്മളതിനെ അണ്ടർ ന്യൂട്രീഷൻ അഥവാ ന്യൂനപോഷണമെന്നും വിളിക്കും. ഓക്കെ, അവശ്യ പോഷണത്തിൻ്റെ അപര്യാപ്തതയാണ് ന്യൂനപോഷണം. ഒന്നോ അതിലധികമോ പോഷണം വളരെയധികം ഉപയോഗിക്കുന്നത് മൂലം ശരീരപ്രവർത്തനത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ അമിത പോഷണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആവശ്യമായ പോഷണം ഇല്ല എങ്കിൽ നമ്മൾ അതിനെ അണ്ടർ ന്യൂട്രീഷൻ അഥവാ ന്യൂനപോഷണം എന്ന് പറയും. ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ നമ്മൾ പറയില്ലേ മയണൈസ്, അതേപോലെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കുറേ പൊരിച്ചതുമൊക്കെ ആയിട്ടുള്ള ഫുഡ് ഓവറായിട്ട് കഴിക്കരുതെന്നൊക്കെ പറയില്ലേ. അങ്ങനെ കൂടുതലായിട്ട് കഴിയാൻ നമുക്ക് എന്ത് ചെയ്യും, ഓവർ ന്യൂട്രീഷൻ ഉണ്ടാകും. അപ്പോൾ ഒന്നോ അതിലധികമോ പോഷണം വളരെയധികം ഉപയോഗിക്കുന്നത് മൂലമാണ് എന്തുണ്ടാകുന്നത്, ഓവർ ന്യൂട്രീഷൻ ഉണ്ടാകുന്നത്. അപ്പം അപപോഷണം അഥവാ മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അളവിൽ കൂടുതലോ അളവിൽ കുറഞ്ഞതോ ആയ പോഷണത്തെ അല്ലെങ്കിൽ സന്തുലിതമല്ലാത്ത പോഷണത്തെയോ ആണ് നമ്മൾ അപപോഷണം അഥവാ മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതായത് അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അവശ്യ പോഷണത്തിൽ നിന്ന് കൂടുതലോ ആകാം കുറവോ ആകാം. അവശ്യ പോഷണത്തിൽ നിന്ന് കൂടുതലാവുകയാണെങ്കിൽ നമ്മളതിനെ ഓവർ ന്യൂട്രീഷൻ എന്ന് പറയുന്നു, അല്ലേ? ഓവർ ന്യൂട്രീഷൻ അതൊരു മാൽ ന്യൂട്രീഷനാണ് അല്ലെങ്കിൽ അപപോഷണമാണ്. അവശ്യ പോഷണത്തിൽ താഴെയാണ് നമ്മൾ പോഷകങ്ങൾ നമ്മുടെ ആഹാരത്തിലുള്ള ആഹാര വസ്തുക്കളിലുള്ള ന്യൂട്രിയൻസ് എങ്കിൽ അതിനെ നമ്മൾ ന്യൂനപോഷണം അഥവാ അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയും. അതും ഒരു മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ അപപോഷണമാണെന്ന് പറയാൻ പറ്റും, അല്ലേ? ഈ വാക്കുകൾ തമ്മിൽ തിരിഞ്ഞു പോലെ
ഇംഗ്ലീഷിലെ വാക്കുകൾ കേൾക്കുമ്പോൾ കൃത്യമായിട്ടിരിക്കും, പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് പോഷകങ്ങൾ? നമ്മൾ പറഞ്ഞു പോഷണം, ആവശ്യമായ അളവിൽ പോഷണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമായ അളവിൽ പോഷക വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനെ അവശ്യ പോഷണം എന്നൊക്കെ പറഞ്ഞു അല്ലേ. എന്താണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്? അതായത് ശരീരധർമ്മം, നമ്മുടെ ശരീരത്തിൻ്റെ ധർമ്മം എന്താണ്? വളർച്ച, പ്രത്യുൽപാദനം, സാധാരണ ജീവിതം എന്നിവയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ധർമ്മം നിർവഹിക്കാൻ ആവശ്യമായ ഭക്ഷണത്തിലെ ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, സിമ്പിളാണ് അല്ലേ. അപ്പോൾ ശരീരധർമ്മം നിർവഹിക്കാൻ ആവശ്യമായ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോഷകങ്ങൾ എന്ന് പറയുന്നത്. 2 അടിസ്ഥാന ഗ്രൂപ്പ് പോഷകങ്ങളുണ്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അല്ലേ. ചില പോഷകങ്ങൾ നമ്മുടെ ബോഡിക്ക് വളരെയധികം ആവശ്യമുണ്ട്, ചിലത് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പോഷകങ്ങൾ നമുക്ക് 2ആയിട്ട്, ശരീരധർമ്മത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പോഷകങ്ങൾ എന്ന് പറഞ്ഞില്ലേ. ഈ പോഷകങ്ങളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്നും, സ്ഥൂല പോഷകങ്ങൾ എന്നും സൂക്ഷ്മ പോഷകങ്ങൾ എന്നും. മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്നും, സ്ഥൂല പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങൾ. നമുക്ക് ആ മാക്രോ മൈക്രോ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് മാക്രോ. വളരെയധികം ആവശ്യമായിട്ട്, ചില പോഷകങ്ങൾ നമ്മുടെ ബോഡിക്ക് വളരെയധികം ആവശ്യമുണ്ട്, അതിനെയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ കുറച്ച് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളതാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. താരതമ്യേന വളരെ കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളാണ് സ്ഥൂല പോഷകങ്ങൾ. അതാണ് കാർബോഹൈഡ്രേറ്റ്, മാംസ്യം, കൊഴുപ്പ് തുടങ്ങിയവ, അഥവാ അന്നജം, കൊഴുപ്പ്, മാംസ്യം തുടങ്ങിയവ. അപ്പം ഇവരൊക്കെ എന്ത് വേണം? നമുക്ക് വളരെയധികം വേണം. പക്ഷെ ചില പോഷകങ്ങളോ വളരെ കുറഞ്ഞ അളവിൽ മതി. അവയാണ് നമ്മൾ പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസ് അഥവാ സൂക്ഷ്മ പോഷകങ്ങൾ പറയുന്നത്. അതാണ് ജീവകങ്ങളും ധാതുക്കളും. എന്താണ്? വൈറ്റമിൻസ്, അതേപോലെ മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ നമുക്ക് കാർബ് ഒരുപാട് വേണം, അതേപോലെ പ്രോട്ടീൻ ഒരുപാട് വേണം, അതേപോലെ ഫാറ്റും ഒരുപാട് നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്. അവരെ നമ്മൾ എന്ത് പറയുന്നു? ഫാറ്റ് അഥവാ ലിപ്പിഡ്സ് അല്ലേ. ലിപ്പിഡ്സ് എന്ന് തന്നെ പറയുന്നതായിരിക്കുന്നല്ലോ. അപ്പോൾ ഇവരൊക്കെ എന്ത് വേണം? നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യമുണ്ട്. മൈക്രോ ന്യൂട്രിയൻസ് പോലെയുള്ള വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ, നമ്മുടെ ബോഡിക്ക് ശരീരധർമ്മം നിർവഹിക്കാൻ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ബാലൻസ്ഡ് ഡയറ്റ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞില്ലേ അവശ്യ പോഷണം എന്നാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള പോഷണത്തെയാണ് അവശ്യ പോഷണം എന്ന് പറയുന്നത്. അതിൽ കൂടുതലോ അതിൽ കുറവോ ആവുകയാണെങ്കിൽ അത് മാൽ ന്യൂട്രീഷൻ അഥവാ അപപോഷണമാണ്. കുറവാണെങ്കിൽ അതിനെ ന്യൂനപോഷണം അഥവാ അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയുന്നു. കൂടുതലാണെങ്കിൽ അതിനെ ഓവർ ന്യൂട്രീഷൻ അഥവാ അമിത പോഷണം എന്ന് പറയുന്നു എന്ന് പറഞ്ഞില്ലേ. ഇനി എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. ഇപ്പം എന്താണ്? ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമീകൃതാഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. സമീകൃതാഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ. ശരീരത്തിന് വളരാനും ആരോഗ്യത്തോടെ തുടരാനും രോഗരഹിതമായി ഇരിക്കുവാനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും സമീകൃത ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്നു. ബാലൻസ്ഡ് ഡയറ്റ് ആണെങ്കിൽ നമുക്ക് വളരാൻ ആവശ്യമായിട്ടുള്ളത്, നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനുള്ളത്, നമുക്ക് രോഗങ്ങളൊന്നുമില്ലാതെ ഇരിക്കാനായിട്ടുള്ള എല്ലാ പോഷകങ്ങളും എന്തുണ്ടായിരിക്കണം? ആ ഡയറ്റിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സമീകൃതാഹാരം എന്ന് പറയാൻ പറ്റും. വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും മറ്റു പോഷകങ്ങളുടെയും കുറവുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതേപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഈ ബാലൻസ്ഡ് ഡയറ്റിന് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാർട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ. ഒരു ബാലൻസ്ഡ് ഡയറ്റ് പറയുമ്പോൾ ആ ബാലൻസ്ഡ് ഡയറ്റിൽ പുട്ട്, ദോശ, ചപ്പാത്തി, ചോറ്, കപ്പ, മധുരക്കിഴങ്ങ് ഇവ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അതൊക്കെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് സോഴ്സാണ്. അതേപോലെ ചെറുപയറോ, മത്സ്യം, കടല, പാല്, പരിപ്പ്, മുട്ട, മാംസം ഇതിലേതെങ്കിലും ഒന്ന് പ്രോട്ടീൻ സോഴ്സായിട്ട് വേണം. അതേപോലെ ഇലക്കറികൾ, ക്യാരറ്റ്, പഴം, പേരയ്ക്ക തുടങ്ങിയ വൈറ്റമിൻസ്,
ഒക്കെയുള്ള ഒരു സോഴ്സ് വേണം, എണ്ണ, നെയ്യ് തുടങ്ങിയ അങ്ങനെ. അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ അളവിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഫുഡിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് മലയാളികളുടെ ഫുഡ് പറയുന്ന സമയത്ത് ഇതൊരു ബാലൻസ്ഡ് ഡയറ്റൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ വരും, പുട്ടും പയറ്, അതേപോലെ കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻസ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റ് ബാലൻസ്ഡ് ആക്കാനായിട്ടാണ്. അപ്പോൾ എന്താണ് സമീകൃതാഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അല്ലേ, ആഹാരത്തെ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃതാഹാരം എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് സമീകൃതാഹാരത്തിൻ്റെ പ്രാധാന്യം? നമ്മൾ എന്തിനാണ് സമീകൃതാഹാരം കഴിക്കേണ്ടത്? സാധാരണ പോലെ നമുക്ക് ഏതെങ്കിലും ഫുഡ് കഴിച്ചാൽ പോരെ, നമ്മുടെ ആരോഗ്യം വേണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരാനായിട്ടാണെങ്കിൽ എനർജിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഫുഡ് കഴിച്ചാൽ പോരെ. നമുക്ക് പൊറോട്ടയും ചിക്കനും തന്നെ ഫുൾ ജീവിതകാലം അല്ലെ ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് സമീകൃതാഹാരത്തിൻ്റെ പ്രാധാന്യം നോക്കി? ശരീരത്തിൻ്റെ പോഷക ആവശ്യങ്ങൾ നിറവേറ്റുകയും പോഷകാഹാരക്കുറവ് തടയുകയും ചെയ്യുന്നു. നമ്മൾ ഒരേ ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഒരേ ഭക്ഷണം തന്നെ മീൻസ് പ്രോട്ടീൻ മാത്രം അടങ്ങിയ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ചിലരൊക്കെ ഉണ്ടല്ലേ ഡയറ്റ്, ഞാൻ ഇനി മുതൽ ഡയറ്റ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പ്രോട്ടീൻ സോഴ്സ് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മൊത്തത്തിൽ ഒഴിവാക്കുക, അങ്ങനെയുള്ള ഒരു ചില ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ. അല്ലെങ്കിൽ ചിലരൊക്കെ വാട്ടർ ഡയറ്റ് എടുക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ലൈഫ് കേൾക്കാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫുഡിനെ ആദ്യം എന്ത് ചെയ്യണം? ബാലൻസ്ഡ് ഡയറ്റായിട്ട് ക്രമീകരിച്ചതിനും ശേഷം മാത്രം നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? പോഷകാഹാരക്കുറവ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോഷകങ്ങൾക്ക് കഴിയാതെ വരികയും ചെയ്യും. അപ്പം ശരീരത്തിന് പോഷക ആവശ്യങ്ങൾ നിറവേറ്റുകയും പോഷകാഹാരക്കുറവ് തടയുകയും ചെയ്യാനായിട്ട് നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാവണം. അതേപോലെ ശരീരത്തിൻ്റെ ഊർജ്ജനില നിലനിർത്തുകയും ശരീരത്തിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നതിന് ഈ പറയുന്ന സമീകൃതാഹാരം ആവശ്യമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും സെൽ റിപ്പയർ ഒപ്റ്റിമൈസ് ചെയ്യാനും ഈ പറയുന്ന ബാലൻസ്ഡ് ഡയറ്റ് വേണം. ടൈപ്പ് 2 പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ചിലതരം അർബുദങ്ങൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ തടയാനായിട്ടും ബാലൻസ്ഡ് ഡയറ്റിന് പറ്റും. നമുക്കറിയാം പ്രമേഹം പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യും ഇല്ലേ. ഓവറായിട്ട് ഷുഗർ കണ്ടൻസ് ഉള്ള ഫുഡ്, അല്ലെങ്കിൽ ഓവറായിട്ട് നമുക്ക് ഓവറായിട്ട് നമ്മുടെ ബോഡിയിൽ ഷുഗർ കൂടുന്ന രീതിയിലുള്ള ഫുഡൊക്കെ കൺട്രോൾ ചെയ്തൊക്കെ ആയിരിക്കും നമുക്ക് പ്രമേഹമൊക്കെ വന്നു കഴിയുമ്പോൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതെ തടയാനായിട്ട് എന്തിന് കഴിയും? സമീകൃതാഹാരത്തിന് കഴിയും. അതേപോലെ എല്ലുകൾ, പേശികൾ, ചർമ്മം, പല്ലുകൾ, കണ്ണുകൾ എന്നിവയെ ശക്തിപ്പെടുത്താൻ കഴിയും. അതേപോലെ ആരോഗ്യകരമായ ഗർഭധാരണത്തെ പിന്തുണയ്ക്കുവാൻ സഹായിക്കും. പ്രമേഹമോ രക്താതിമർദ്ദമോ ഉള്ള രോഗികൾ പഞ്ചസാര, ഉപ്പ് കഴിക്കുന്നത് പരിമിതപ്പെടുത്തുന്നതും സമീകൃതാഹാരം ആസൂത്രണം ചെയ്യുന്നതിൽ ഉൾപ്പെടും. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഡയബറ്റീസ് മെലിറ്റസ് പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് പറയും പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. അതേപോലെ ഹൈ BP ഉള്ള ആൾക്കാരോട് പറയും ഉപ്പ് കൺട്രോൾ ചെയ്യൂ നിങ്ങളെന്ന് പറയും. അപ്പം ഇത്തരത്തിലുള്ള രോഗങ്ങളുള്ളവർക്കും ഉപ്പും പഞ്ചസാരയൊക്കെ ഒഴിവാക്കുന്നതും സമീകൃതാഹാരത്തിൻ്റെ ബാലൻസ്ഡ് ഡയറ്റ് ആസൂത്രണം ചെയ്യുന്നതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ആരോഗ്യകരമായിട്ട് ഇരിക്കാനായിട്ട് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് നമ്മുടെ SCERT ടെക്സ്റ്റിൽ കണ്ടതാണ്. ഓരോരോ ഭക്ഷ്യവസ്തുക്കളിലും കിഴങ്ങുകളിലും ഇലക്കറികളിലും എത്ര അളവിലാണ് ഓരോരോ വൈറ്റമിൻസ് കാണുന്ന. വൈറ്റമിൻ A എത്ര കാണുന്നുണ്ട്, B1 എത്രയുണ്ട്, വൈറ്റമിൻ അതേപോലെ നമ്മുടെ ധാതു ലവണങ്ങൾ എത്രയാണ് കാണുന്നതെന്നൊക്കെ നമ്മുടെ SCERT ടെക്സ്റ്റിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. നിങ്ങൾ മൊത്തം അങ്ങ് കാണാൻ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് ഏതാണ് ഏറ്റവും കൂടുതലുള്ളതല്ലേ, വൈറ്റമിൻ A കൂടുതലുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പിലയിലാണ് കാണുന്നത്. അപ്പോൾ അതേപോലെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ A ഉള്ള ഫുഡ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ചോദിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ എടുത്തിട്ടെന്നേ ഉള്ളൂ. ഈ ചാർട്ട് ഫുള്ളായിട്ട് കാണാതെ പഠിക്കേണ്ടത് നമ്മുടെ SCERT ടെക്സ്റ്റിൽ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ
നമ്മൾ ഇത്രയും നേരം പോഷണം എന്ന് പറയുന്ന വേറൊരു ആസ്പെക്റ്റിൽ, അതായത് പോഷണം നമുക്ക് രണ്ട് രീതിയിൽ പറയാം. നമുക്ക് ആഹാരത്തിൽ ആവശ്യമായിട്ട് അടങ്ങിയിട്ടുള്ള പോഷകങ്ങളെ നമുക്ക് പോഷകങ്ങൾ ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തെയൊക്കെ പോഷണം എന്ന് പറയാം. അതേപോലെ ഓരോ ജീവിയിലും കാണപ്പെടുന്ന പോഷകങ്ങളുടെ അല്ലെങ്കിൽ അവരിൽ കാണപ്പെടുന്ന ഒരു ഫുഡ് ഹാബിറ്റിൻ്റെ ബേസിൽ, അങ്ങനെയും കറക്റ്റായിട്ട് ഫുഡ് ഹാബിറ്റ് എന്ന് പറയാൻ ഒക്കത്തില്ല, അതിൻ്റെ ബേസിസിൽ നമുക്ക് ന്യൂട്രീഷനെ പറയാം. എന്തായാലും നമ്മളിപ്പം ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോൾ പോഷണത്തിൻ്റെ തരങ്ങൾ അഥവാ ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ പറയുമ്പോൾ പോഷണം എന്നത് ജീവികൾ വളർച്ചയ്ക്കും ഊർജ്ജത്തിനും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുമായി ആഹാരം സമ്പാദിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പം പോഷണം നമ്മൾ പറയുകയാണ് മെയിനായിട്ട് രണ്ട് രീതിയിലാണുള്ളത്. അപ്പം നമ്മൾ ബാക്കി പോഷണം എന്താണ്, എങ്ങനെയാണ് ഓരോരോ ജീവികളിൽ പോഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളൊക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ജീവികളിൽ പോഷണം വ്യത്യസ്ത തരത്തിലുള്ളതാണ് അല്ലേ. അത് നിങ്ങൾക്ക് ഇത് വേണ്ട പറഞ്ഞു പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. പോഷണം പ്രധാനമായും രണ്ട് തരമാകുന്നു. സ്വപോഷണം അതേപോലെ പരപോഷണം. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുള്ളതാണ് അല്ലേ. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ അഥവാ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. എന്താണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ? നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ടല്ലേ, പ്രകാശ സംശ്ലേഷണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അല്ലേ, അത് സസ്യങ്ങൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് അവർ സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അല്ലേ. അത്തരത്തിൽ സസ്യം സ്വന്തമായി ആഹാരം പ്രിപ്പയർ ചെയ്തെടുക്കുക അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്തെടുക്കുന്നവരെയാണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. അഥവാ അവർ കാണിക്കുന്ന ന്യൂട്രീഷൻ്റെ ടൈപ്പാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുകയാണ്, സസ്യം സ്വയം ഭക്ഷണം ഒരുക്കുന്ന രീതിയാണെന്ന് നമുക്ക് പറയില്ലേ. ഹരിത സസ്യങ്ങളും ചില ബാക്ടീരിയകളും ആൽഗകളും ഒക്കെ ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ കാണിക്കുന്നുണ്ട്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്, ഫോട്ടോട്രോപിക് പോഷണം അതേപോലെ കീമോട്രോപിക് പോഷണം എന്ന് പറയുന്നത്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഫോട്ടോ മീൻസ് എന്താണ്, ലൈറ്റ് ആണ് അല്ലേ. അപ്പം ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ആ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഫോട്ടോട്രോപിക് ന്യൂട്രീഷൻ എന്നും കീമോട്രോപിക് ന്യൂട്രീഷൻ എന്നും. അതുപോലെ ഈ ഫോട്ടോട്രോപിക് ന്യൂട്രീഷൻ കാണിക്കുന്നത് മിക്കവാറും ചെടികളൊക്കെയാണ് അല്ലേ. ഹരിത സസ്യങ്ങളാണ് ഫോട്ടോട്രോപിക് ന്യൂട്രീഷൻ കാണിക്കുന്നത്. ഫോട്ടോ മീൻസ് ലൈറ്റ് ആണെന്ന് പറഞ്ഞില്ലേ. സൂര്യപ്രകാശത്തിലെ ഊർജ്ജം ഉപയോഗിച്ച് പോഷകങ്ങൾ നേടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇലകളിൽ വെച്ച് നമ്മുടെ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശത്തിൻ്റെ ഒരു പ്രസൻസിൽ ഇലകളിൽ വെച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഇലകളിൽ വെച്ചല്ലേ അവർക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊക്കെ പറയാം. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഉദാഹരണം ചെടികളാണ്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം അതൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ കീമോട്രോപിക് പോഷണം എന്ന് പറയുമ്പോഴത്തേനോ ഈ ഫോട്ടോട്രോപിക് ന്യൂട്രീഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എന്താണ്, രാസപദാർത്ഥങ്ങളുടെ ഊർജ്ജം ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു സ്വന്തമായിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, രാസപദാർത്ഥങ്ങളുടെ ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന പ്രോസസ്സാണ് കീമോസിന്തസിസ് എന്ന് പറയുന്നത്. ഇവിടെ രാസപദാർത്ഥങ്ങളുടെ ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. അവിടെ എന്താണ്, സൂര്യപ്രകാശത്തിൻ്റെ ബേസിസിൽ സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ടാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ ഓക്സിഡേഷൻ പ്രോസസ്സ് വഴിയാണ് ഇവിടെ ഊർജ്ജം ലഭിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കീമോട്രോഫിക് ന്യൂട്രീഷൻ എന്താണ്, കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ റിലീസാവുന്ന ഊർജ്ജം വഴിയാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പം കീമോട്രോപ്സിന് ഉദാഹരണമാണ് മെഥനോജൻസ്, അതേപോലെ ഹാലോഫൈലുകൾ, തെർമോഫൈൽസ്, സൈക്രോഫൈൽസ്, ബാരോഫൈൽസ്, അസിഡോഫൈൽസ് തുടങ്ങിയവ. അപ്പോൾ ഈ ഫൈൽസ് വരുന്ന കുറേ പകുകൾ നമ്മൾ പറഞ്ഞില്ലേ, ഇവരെല്ലാം ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം. കാരണം ഈ പറഞ്ഞ തെർമോഫൈൽസിനെയൊക്കെ എപ്പോഴൊക്കെ തെർമോഫൈൽസ് അല്ല ഹാലോഫൈൽസിനെയൊക്കെ ഏതൊക്കെയോ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏത് എക്സാമാണെന്ന് എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു എക്സാമിന് ചോദിച്ച് ഞാനത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏത് എക്സാമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കീമോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ കെമിക്കൽ
റിയാക്ഷൻ്റെ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളുടെ ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് അവിടെ ഫുഡ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അവരുടെ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. റൂമിനൻ്റ് ആനിമൽസിൻ്റെ വയറിനുള്ളിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ മെത്തനോജൻസ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യും? മീഥെയിൻ പ്രൊഡക്ഷനൊക്കെ ഉണ്ട്. റൂമിനൻ്റ് ആനിമൽസ് പശുക്കളുടെയൊക്കെ വയറ്റിൽ കാണപ്പെടുന്നതാണ്. ഇവരാണ് ഈ ഗ്യാസ് പ്രൊഡക്ഷനൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ഇവരുടെ മീഥെയിൻ ഗ്യാസും ഒക്കെ ഉണ്ടാക്കുന്ന ബയോഗ്യാസ് പ്രൊഡക്ഷനൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ കാണപ്പെടുന്ന ചെറിയ ജീവികളെയാണ്, അല്ലെങ്കിൽ ചെറിയ ബാക്ടീരിയകൾ പോലെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെത്തനോജൻസ് എന്ന് പറയുന്നത്. ഇവരെന്ത് ഇവിടെ കാണുന്നു? റൂമിനൻ്റ് ആനിമൽസിൻ്റെ വയറിനുള്ളിലാണ് കാണപ്പെടുന്നത്. അടുത്തെയാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. ഹാലോ മീൻസ് എന്താണ്? സാൾട്ട് കണ്ടീഷനിലാണ്, അത്യധികം ലവണതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പ് തടാകങ്ങളിലും ഉപ്പ് ഖനികളിലും ഡെഡ് സീയിലും ഒക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ പറയുന്നത് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. കാണപ്പെടുന്ന ചെറിയ ചെറിയ ജീവികളെയാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. ബാക്ടീരിയസിനെയാണ് നമ്മൾ ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. അപ്പം ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ലവണതയുള്ള, ഏറ്റവും കൂടുതൽ ഉപ്പ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗങ്ങൾ കാണുന്നവരാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. ഇനി തെർമോഫൈൽസ് എന്ന് പറയുന്നത്, തെർമോ കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഉയർന്ന താപനിലയിൽ കാണപ്പെടുന്ന ആൾക്കാരാണ്. അവിടെ കാണപ്പെടുന്ന ജീവികളെയാണ് തെർമോഫൈൽസ് എന്ന് പറയുന്നത്. പിന്നെ സൈക്രോഫൈൽസ് ഉണ്ട്. സൈക്രോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുത്ത പരിസ്ഥിതിയിൽ കാണപ്പെടുന്ന, അല്ലെ തണുത്ത പരിസ്ഥിതിയിൽ, ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസ് ടു 10 ഡിഗ്രി സെൽഷ്യസിൽ കാണപ്പെടുന്ന ആൾക്കാരാണ് സൈക്രോഫൈൽസ് എന്ന് പറയുന്നത്. പിന്നെ ബാരോഫൈൽസ് ഉണ്ട്, വളരെ ഉയർന്ന മർദ്ദത്തിൽ ജീവിക്കുന്നു. ഇവർ ആഴക്കടലിലും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുമൊക്കെ കാണപ്പെടുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ബാരോഫൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം എന്താണ്? കീമോട്രോപ്സ് ആണല്ലേ. പിന്നെ അടുത്താണ് ആസിഡോഫൈൽസ് എന്ന് പറയുന്നത്. കുറഞ്ഞ pH ഉള്ള അമ്ലാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ആസിഡോഫൈൽസ് എന്ന് പറയുന്ന. അവരുടെ വാസസ്ഥലം ഖനികളും അമ്ലജലത്തിലും ഒക്കെ കാണപ്പെടുന്നത്. അപ്പം ഇവരെല്ലാം കീമോട്രോപ്സിന് എക്സാമ്പിളാണ്. ആരൊക്കെയാണ് വരുന്നത്? മെത്തനോജൻസ് വരുന്നുണ്ട്, ഹാലോഫൈൽസ് വരുന്നുണ്ട്, തെർമോഫൈൽസ് വരുന്നുണ്ട്, സൈക്രോഫൈൽസ് വരുന്നുണ്ട്, ബാരോഫൈൽസ് ഉണ്ട്, അതേപോലെ ആസിഡോഫൈൽസും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞു ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആണ് അല്ലേ. അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പറേഷൻ നടത്തുന്നു. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോട്രോപ്പിക് ന്യൂട്രീഷനും വരുന്നുണ്ട്, അതേപോലെ കീമോട്രോപ്പിക് ന്യൂട്രീഷനും വരുന്നുണ്ട്. ഇനി അടുത്തൊരു ടൈപ്പ് ന്യൂട്രീഷനാണ് ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷൻ അഥവാ പരപോഷണം എന്ന് പറയും. സ്വപോഷണവും പരപോഷണവും. എന്താണ് പരപോഷണം? നമുക്കറിയാം. സ്വപോഷണം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എനർജി പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ, ഇവിടെ എന്താണ്? അവരുടെ എനർജിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തെ പോഷകങ്ങൾ നേടാനായിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുന്നവരെയാണ് നമ്മൾ ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷൻ കാണിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണങ്ങൾ മൃഗങ്ങൾ, ഹരിതകമില്ലാത്ത ചെടികൾ, ഭൂരിഭാഗം ബാക്ടീരിയകളും ഫംഗസുകളും എല്ലാം എന്താണ്? ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷനാണ് കാണപ്പെടുന്നത്. എന്താണ്? അവരുടെ ആഹാരത്തിന് വേണ്ടി, അവരുടെ പോഷണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നു. ഓക്കെ, അതിൽ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്നും സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്നും പരാത പോഷണം അതാ പരാന്ന പോഷണം എന്നൊക്കെ പറയുന്നതായിട്ട് വീണ്ടും നമുക്ക് എന്താ സബ് ഡിവിഷൻസ് കാണാൻ പറ്റും. ഇതിൽ ഹോളോസോയിക് ന്യൂട്രീഷൻ ആഹാരം കഴിക്കുക, ദഹനം, ആഗിരണം, സാംശീകരണം, വിസർജനം തുടങ്ങി ഈ ഒരു പ്രോസസ്സിൽ ഉള്ള ഒരു ന്യൂട്രീഷൻ്റെ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അല്ല, വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം മുഴുവനായിട്ട് കഴിക്കുക, അല്ല ഹോളായിട്ട് കഴിക്കുക, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് മനുഷ്യരിലൊക്കെ കാണപ്പെടുന്ന പോലത്തെ മായ, സിംഹം തുടങ്ങിയവയിലൊക്കെ കാണപ്പെടുന്ന ന്യൂട്രീഷനാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അവരിൽ കാണപ്പെടുന്ന ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നു, അത് ദഹിക്കുന്നു, പിന്നെ അത് അബ്സോർബ് ചെയ്യുന്നു, പിന്നെ അത് അസിമുലേറ്റ് ചെയ്യുന്നു, അതിനുശേഷം എക്സ്ക്രീഷൻ അല്ലെങ്കിൽ ഇജക്ഷൻ നടക്കുന്നു. ഈ ഒരു രീതിയിൽ ന്യൂട്രീഷൻ കാണപ്പെടുന്നവരാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ നമുക്ക് അറിയാവുന്നവരാണ് അല്ലേ. ചത്തുപോയ ജീവികളുടെ മൃതാവശിഷ്ടങ്ങളിൽ കാണപ്പെടുന്ന ജീവികളുണ്ട്. അവർ കാണിക്കുന്ന പോഷണത്തെ അല്ലെ അവരിൽ കാണപ്പെടുന്ന ന്യൂട്രീഷനെയാണ് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്ന. ഫംഗസുകൾ, ചില ബാക്ടീരിയകളൊക്കെ ചത്തുപോയ വസ്തുക്കളിൽ നിന്ന് പോഷകങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിനാണ് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പരാത പോഷണം അഥവാ പരാന്ന പോഷണം അഥവാ
പാരസൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റൊരു ജീവിയുടെ ഉള്ളിലോ പുറത്തോ അതിൽ നിന്ന് പോഷണം, നമുക്ക് ഓൾറെഡി പാരസൈറ്റിക് ന്യൂട്രീഷനൊക്കെ അറിയാം അല്ലേ? മറ്റൊരു ജീവിയുടെ ഉള്ളിലോ പുറത്തോ ഇരുന്നിട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അവരിൽ നിന്ന് പോഷണം സ്വീകരിക്കുന്നവരെയാണ് പാരസൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതാണ് നാടവിര അഥവാ ടേപ്വേം, അതേപോലെ മുല്ലാത്താളി, ലൈസ്, നമ്മുടെ തലയിലൊക്കെ കാണപ്പെടുന്ന ലൈസ് ഒക്കെ എന്താണ് ഈ പറയുന്ന പാരസൈറ്റിക് ന്യൂട്രീഷന് എക്സാമ്പിളാണ്. നമ്മുടെ തലയിലൊക്കെ ജീവിക്കുകയാണ് അല്ലേ? അവർ നമ്മുടെ തലയിൽ ജീവിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് ന്യൂട്രീഷന് ഈ പേനൊക്കെ വലിച്ചെടുക്കും. അങ്ങനെയുള്ളവരെയാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷനെ നമുക്ക് ഹോളോസോയിക് ന്യൂട്രീഷൻ, സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ, അതേപോലെ പാരസൈറ്റിക് ന്യൂട്രീഷൻ എന്നിങ്ങനെ തരംതിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ആഹാര വസ്തുക്കളെ ഹോളായിട്ട് മൊത്തത്തിൽ കഴിക്കുന്നത് അങ്ങനെയുള്ളൊരു ഒരു രീതിയിൽ പറയാറുണ്ട്. അപ്പം ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുൾപ്പെടുന്നവർ കാണിക്കുന്ന ന്യൂട്രീഷൻ ആണെന്ന് പറയും. ഈ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റീസ്, പിന്നെ ഒരുപാട് സബ് ഡിവിഷൻസ് ഈ ഹോളോസോയിക് ന്യൂട്രീഷൻസിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് ചില വാക്കുകളൊക്കെ എങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടൊന്ന് നോക്കി വെച്ചേക്കണം. അപ്പം ടൈപ്സ് ഓഫ് ഹോളോസോയിക് ന്യൂട്രീഷൻ പറയുമ്പോൾ ഹെർബിവോറി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. എന്താണ് ഹെർബിവോറി എന്ന് പറയുന്നത്? പ്ലാന്റ്സിനെ മാത്രം ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഹെർബിവോറി എന്ന് പറയുന്നത്. നമ്മുടെ കൗ പോലെയുള്ള, റാബിറ്റ് പോലെയുള്ള, ഡിയർ പോലെയുള്ള ആൾക്കാർ അല്ലെ, പുല്ല് തിന്ന് ജീവിക്കുന്നവരാണ് ഹെർബിവോറി എന്ന് പറയുന്നത്. കാർണിവോറി എന്ന് പറയുന്ന ഫീഡ് ഓൺലി ഓൺ ആനിമൽസിനെ മാത്രം കഴിക്കുന്ന അല്ലേ, കാട്ടിലെ കാണുന്ന ലയണും ടൈഗറും ഒക്കെ കാണിക്കുന്ന മാംസാഹാരം മാത്രം കഴിക്കുന്നവരാണ് കാർണിവോഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഓംനിവോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ഒക്കെ, അതേപോലെ ബോത്ത് പ്ലാന്റിനെയും ആനിമൽസിനെയും കഴിക്കുന്ന ആൾക്കാരാണ് ഓംനിവോറസ് എന്ന് പറയുന്നത്. ഡിട്രിറ്റിവോറസിനെ നമുക്കറിയാം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ കാണപ്പെടുന്ന ആൾക്കാരാണ് ഡിട്രിറ്റിവോറസ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഇൻസെക്ടിവോറസ്. ഇൻസെക്ടിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ് മെയിൻലി ഓൺ ഇൻസെക്ട്സിനെ കഴിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ ഫ്രൂട്ട് കഴിക്കുന്ന ആൾക്കാരെയാണ് ഫ്രൂഗിവോറസ് എന്ന് പറയുന്നത്. പിന്നെ ഒരെണ്ണമുണ്ട് സാങ്കിവോറസ്. സാങ്കിവോറസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. ഇവരെന്താണ്? ബ്ലഡാണ് കഴിക്കുന്നത്. ബ്ലഡ് സക്കിങ് ലീച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? മോസ്കിറ്റോ അതേപോലെ ലീച്ച് പോലെയുള്ള ആൾക്കാരൊക്കെ ബ്ലഡ് ഫീഡ് ചെയ്ത് വളരുന്ന ആൾക്കാരാണ്. അവരെയാണ് സാങ്കിവോറസ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഒരെണ്ണമുണ്ട് ഗ്രാനിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രെയിൻസ് ഒക്കെ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, പീജിയൻ, സ്ക്വിറൽ പോലെയൊക്കെയുള്ളത്. പിന്നെ ഒരെണ്ണമാണ് കോപ്രോഫാജി എന്ന് പറയുന്നത്. ഫീക്കൽ മാറ്റർ കഴിക്കുന്ന ആൾക്കാരാണ് കോപ്രോഫാജി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റാബിറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു, ഈ റാബിറ്റ് എങ്ങനെയാണ് കോപ്രോഫാജിയിൽ വരുന്നത്? അതായത് റാബിറ്റിന് 2 ടൈപ്പ് ഫീക്കസ് വരുന്നുണ്ട്. ഫിക്കസിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒന്ന് ട്രൂ, ഒന്നല്ലാത്ത ഒരെണ്ണവും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം വരുന്നത്, അതിൽ 2 ടൈപ്പ് വരുന്നതിൽ ആദ്യം വരുന്നത്, അവർ കഴിച്ച് ആദ്യം പുറത്തേക്ക് വരുന്ന ഫീക്കസ് എന്ന് പറയുന്നത് അതത്ര പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിരിക്കും. ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിൽ പിന്നെയും ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഫീക്കസ് ആദ്യം പുറത്തേക്ക് വരുന്ന ഫീക്കസിനെ ഇവർ വീണ്ടും കഴിച്ചിട്ട് പിന്നെ രണ്ടാമത് പുറത്തേക്ക് വരുന്ന ഫീക്കസ് പുറത്ത് കളയും. അങ്ങനെ 2 ടൈപ്പ് ഫീക്കസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് റാബിറ്റിനെ നമ്മൾ കോപ്രോഫാജി എന്ന് പറയുന്നത്. കോപ്രോഫാജി എന്ന് പറഞ്ഞാൽ എന്താ? ഫീക്കൽ മാറ്ററിനെ കഴിക്കുന്ന ആൾക്കാരാണ് കോപ്രോഫാജി എന്ന് പറയുന്നത്. പിന്നെ കാനിബാലിസം, ഈറ്റിംഗ് ഇൻഡിവിജ്വൽ ഓഫ് ദ സെയിം സ്പീഷീസ്. കാനിബാലിസവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കാനിബാലിസം? ഈറ്റിംഗ് സെയിം അവരുടെ സ്വന്തം സ്പീഷീസിലുള്ള ഇൻഡിവിജ്വലിനെ തന്നെ, ചില ആൾക്കാരുടെയൊക്കെ കാര്യം പറയില്ലേ, ഈ സ്പൈഡേഴ്സിൻ്റെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് പറയാറുണ്ട് അവരെന്ത് ചെയ്യും, അവരുടെ ഇണകളെ കൊന്നു തിന്നുന്ന ആൾക്കാരാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ സെയിം സ്പീഷീസിലുള്ള ഇൻഡിവിജ്വൽസിനെ കഴിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കാനബാലിസം എന്ന് പറയുന്നത്. അല്ലെ സെയിം സ്പീഷീസിനെ സെയിം സ്പീഷീസിലുള്ള ഇൻഡിവിജ്വലിനെ കഴിക്കുന്നവരാണ് കാനിബാലിസം കാണിക്കുന്നത്. പിന്നെ വേർമിഫാജി എന്ന് പറയുന്ന വേംസിനെ കഴിക്കുന്നവരാണ്. ബേർഡ്സ്, സ്നേക്സ്, ഫ്രോഗ് ഒക്കെ ഉള്ളവർ വേർമിഫാജി. അത് ലാവകളെ കഴിക്കുന്നവരെയാണ് ലാവിവോറ എന്ന് പറയുന്നത്. ഇൻസെക്ടിവോറ എന്ന് പറയുന്നത് ഇൻസെക്ട്സിനെ കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചിലതെങ്കിലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൽ മെയിനായിട്ട് സാങ്കിവോറസ് ഓർത്തിരിക്കുക, കോപ്രോഫാജി ഓർത്തിരിക്കുക, കാനിബാലിസം ഓർത്തിരിക്കുക. ബാക്കിയുള്ളതെല്ലാം മറക്കാനല്ല പറഞ്ഞത്. ഈ വാക്കുകൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലേക്ക് എടുത്തു വെച്ചേക്കുക. ഓക്കെ,
അപ്പോൾ ഇത് നമ്മുടെ ന്യൂട്രീഷൻ്റെ ആദ്യത്തെ ഒരു പോർഷനാണ് അല്ലേ. ന്യൂട്രീഷൻ പറയുമ്പോൾ ആദ്യം എന്താണ് പോഷണം, എന്തൊക്കെയാണ് ബാലൻസ്ഡ് ഡയറ്റ്, എന്താണ് മാൽ ന്യൂട്രീഷൻ, എന്താണ് ഓവർ ന്യൂട്രീഷൻ, അണ്ടർ ന്യൂട്രീഷൻ എന്നൊക്കെ പറഞ്ഞു, ഏതൊക്കെ ടൈപ്പ് ന്യൂട്രീഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഡയറക്റ്റായിട്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡൈജഷനും അവരിൽ നടക്കുന്ന ദഹനവും ഈ ദഹിച്ച ഭക്ഷണത്തെ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ അല്ലേ നമ്മൾ കഴിച്ച ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്, അതേപോലെ ഈ ആഹാരങ്ങൾ എങ്ങനെയാണ് നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ആഹാരത്തിലെ ന്യൂട്രിയൻസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാമോ. കുറച്ച് നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ടോപ്പിക്കാണ്. നമ്മുടെ സിലബസിൽ ഡൈജഷൻ എന്ന് പറഞ്ഞ് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ സിലബസ് മോഡിഫൈ ചെയ്ത് തരുമ്പോൾ ചിലപ്പം പറയാം. പക്ഷെ നമ്മുടെ SCERT സിലബസിലുള്ളത് കൊണ്ട് നമ്മൾ കമ്പൽസറി ആയിട്ട് നോക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞില്ലേ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. സക്കസ് സെൻട്രിക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ആ ടോപ്പിക്കൊക്കെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് എവിടെയാണ് ചോദിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ അങ്ങനെയുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്കാണ്. ശ്രദ്ധിച്ചു പഠിക്കണം, തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ടോപ്പിക്ക് കൂടിയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ദഹനവും ആഗിരണവും, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ? ഭക്ഷണത്തിലെ ജൈവ സ്ഥൂല തന്മാത്രകൾ ബയോ മാക്രോ മോളിക്യൂൾസിനെ അതേ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ ശരീരത്തിന് പറ്റത്തില്ല. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പിലുണ്ട്. മാക്രോ മോളിക്യൂൾസും ഉണ്ട്, മൈക്രോ മോളിക്യൂൾസും ഉണ്ട്. മാക്രോ മോളിക്യൂൾസ് അവർക്ക് കുറച്ച് എന്താ പറയുക, അവർക്ക് നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമായിട്ടുള്ളത്, വളരെ കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള ആൾക്കാരാണ് മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ഇതാണ് മാക്രോ മോളിക്യൂൾസും മൈക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ശരീരത്തിൽ താരതമ്യേന വളരെ അളവിൽ കൂടുതലുള്ളവരാണ് മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. മൈക്രോ ആകുമ്പം വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളവരാണ് സൂക്ഷ്മ പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഈ മാത്രമല്ല അത് ഈ ജൈവ സ്ഥൂല തന്മാത്രകൾ ബയോ മാക്രോ മോളിക്യൂൾസ് മൈക്രോ മോളിക്യൂൾസ് നമ്മുടെ +2 ചാപ്റ്ററിൽ ഇതിൻ്റെ ഒരു സൈസിൻ്റെ ബേസിസിൽ, അതായത് +1 ടെക്സ്റ്റിൽ ബയോ മോളിക്യൂൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ അതിൻ്റെ സൈസിൻ്റെ ബേസിസിൽ പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നിവിടെ ആഡ് ചെയ്തിട്ടില്ല, ഞാൻ പിന്നെ വേറെ എപ്പോഴെങ്കിലും അതൊന്നുകൂടെ ആഡ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ ക്ലാസ് എടുത്ത് വന്ന സമയത്ത് ഓർത്തുകൊണ്ട് പറഞ്ഞത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ക്ലാസ്സിൽ ആഡ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ജൈവ സ്ഥൂല തന്മാത്രകൾ എന്ത് ചെയ്യാം, നമുക്ക് വളരെ അളവിൽ കൂടുതൽ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ് ഈ ജൈവ സ്ഥൂല തന്മാത്രകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ പറയുന്ന ജൈവ സ്ഥൂല തന്മാത്രകളെ അതേ രൂപത്തിൽ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് എടുക്കാൻ പറ്റത്തില്ല, അല്ലെ ബോഡിക്ക് ആഗിരണം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മാക്രോ മോളിക്യൂൾസിന് എന്ത് ചെയ്യും, നമ്മൾ ഈ പാറയൊക്കെ വീട് പണിയാനായിട്ട് പാറയൊക്കെ എടുക്കുമ്പോൾ അതേപോലെ വലിയ പാറ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതിനെ ചെറിയ പാറ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ ഇവരെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റും. ഈ പറയുന്ന ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയാണ്. ഇങ്ങനെ ലഘു ഘടകങ്ങളാക്കുന്നതിനെയാണ് നമ്മൾ ദഹനം അഥവാ ഡൈജഷൻ എന്ന് പറയുന്നത്. ഈ ഭക്ഷണത്തിലെ സങ്കീർണ ഘടകങ്ങളെ ആഗിരണം ചെയ്യാൻ ഉതകുന്ന ലളിത രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദഹനം എന്ന് പറയുന്നത്. ഈ ദഹനം നടക്കുന്ന ഏത് വ്യവസ്ഥയിലാണ്, ദഹന വ്യവസ്ഥ വഴിയാണ് ഈ ദഹനം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ദഹന വ്യവസ്ഥ. അപ്പം ദഹന വ്യവസ്ഥ നമുക്ക് ഓൾറെഡി നമ്മൾ കുറേ കുഞ്ഞ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമാണ്. ദഹന വ്യവസ്ഥ ആരംഭിക്കുന്നത് എവിടെയാണ്, വായിൽ ആരംഭിക്കുന്നു. നമ്മുടെ മൗത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വദന ഗഹ്വരം അഥവാ ബക്കൽ ക്യാവിറ്റി വരുന്നുണ്ട്. ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് നേരെ വരുന്നത് ഗ്രസനി എന്ന് പറയുന്ന ഭാഗമാണ്. ഗ്രസനി അഥവാ ഫാരിങ്സ്. ഓക്കെ, വാക്കുകളെല്ലാം ഒന്ന് ഓർത്തിരിക്കണം. മലയാളത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഫാരിങ്സ് കാരണം നമ്മൾ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചാലും അതിനുശേഷം +2 ഒക്കെ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുന്നുണ്ട്. കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന സാധനങ്ങളെല്ലാം മറന്നു പോകും, വാക്കുകളൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട് ഇല്ലേ. അപ്പോൾ ഗ്രസനി അഥവാ ഫാരിങ്സ് കഴിഞ്ഞിട്ട് അന്നനാളം അഥവാ ഈസോഫാഗസ് വരുന്നു. ഈസോഫാഗസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആമാശയം അഥവാ സ്റ്റൊമക്ക് വരുന്നത്. സ്റ്റൊമക്ക് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെറുകുടൽ
വരുന്നുണ്ട്, അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരുന്നുണ്ട് ഈ ഭാഗത്ത്. അത് കഴിഞ്ഞ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ബാക്കിയായിട്ട് വൻകുടൽ വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ മലദ്വാരം വരുന്നുണ്ട്, നമ്മുടെ ഫീക്കൽ മാറ്റേഴ്സ് ഒക്കെ പുറത്തേക്ക് പോകുന്നത്. ഇത് ഇത്രയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളെന്ന് നമുക്ക് ചെറുതായിട്ടല്ലേ ചുരുക്കി പെട്ടെന്നൊന്ന് ഓടിച്ചു പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം. അപ്പം മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയിൽ അന്നപഥവും അനുബന്ധ ഗ്രന്ഥികളും കാണപ്പെടുന്നുണ്ട്. ഇതാണ് അന്നപഥം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ട് കുറച്ച് ഗ്ലാൻഡുകളും അല്ലെങ്കിൽ ഗ്രന്ഥികളും കൂടെ കാണുന്നുണ്ട്. അതാണ് മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥ അഥവാ അന്നപഥം ആരംഭിക്കുന്ന, അന്നപഥത്തിൻ്റെ മുൻഭാഗം വായിൽ നിന്ന് ആരംഭിക്കുകയും പിൻഭാഗം മലദ്വാരം അഥവാ ഏനസിൽ അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം വായ നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ മൗത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് വായ തന്നെ ആദ്യം പറയാം. വായ വദന ഗഹ്വരത്തിലേക്ക് അല്ലെങ്കിൽ ഓറൽ ഓർ ബക്കൽ ക്യാവിറ്റിയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഈ വദന ഗഹ്വരത്തിലല്ല ബക്കൽ ക്യാവിറ്റിയിൽ എന്തുണ്ട്, പല്ലുകളും നാക്കുമുണ്ട്. നമ്മൾ പല്ലിനെ പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. എന്താണ്, നമ്മുടെ താടിയിൽ കാണപ്പെടുന്ന കുഴികളിലാണ് ഈ പറയുന്ന പല്ല് കാണപ്പെടുന്നത്. ഏതൊക്കെ ടൈപ്പ് പല്ലുകളാണ് മനുഷ്യരിലുള്ളത്, ഓരോ പല്ലുകളും എന്തൊക്കെയാണ് സഹായിക്കുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പോൾ വദന ഗഹ്വരത്തിൽ പല്ലുകളും ഉണ്ട്, നാക്കും കാണപ്പെടുന്നുണ്ട്. അപ്പം നാക്കിൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കി, സ്വതന്ത്രമായി ചലിക്കാൻ കഴിവുള്ള പേശി നിർമ്മിതമായ അവയവമാണ് നാക്ക് എന്ന് പറയാം. പിന്നെ വദന ഗഹ്വരത്തിനുള്ളിൽ താഴെയായിട്ടാണ് നാക്ക് സ്ഥിതി ചെയ്യുന്നത്. ഫ്രെനുലം എന്ന സ്നായുക്കൾ കൊണ്ട് ഈ പറയുന്ന നാക്കിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന, നാക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന സ്നായുക്കളുടെ പേരാണ് എന്താണ്, ഫ്രെനുലം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്ന് നിൽക്കുന്ന, നാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ 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 ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്ന ഭാഗങ്ങൾ കാണപ്പെടാം. അതിനെയാണ് നമ്മൾ പാപ്പില എന്ന് പറയുന്നത്. ഈ പാപ്പിലയിലാണ് ടേസ്റ്റ് ബഡ് അഥവാ രുചി മുകുളങ്ങൾ കാണപ്പെടുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ടൈപ്പ് ടേസ്റ്റും നമുക്കറിയാൻ കാരണം എന്താണ്, ഈ പാപ്പിലയിൽ കാണപ്പെടുന്ന രുചിമുകുളങ്ങളാണ് അല്ലേ. ഈ രുചിമുകുളങ്ങൾ ഓരോരോ ഭാഗത്ത് അല്ലേ, നമ്മുടെ നക്കിൻ്റെ ഫ്രണ്ട് വശത്ത് നമുക്ക് മധുരം അറിയും, അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഓരോരോ ടേസ്റ്റ് ബഡ്സ് ഉണ്ട് അല്ലേ. നാക്കിൽ മുഴുവനായിട്ട് നമുക്കിങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അത് കാണപ്പെടുന്നത് എന്താണ്, ഈ പാപ്പില എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് നാക്കിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെയാണ് പാപ്പില എന്ന് പറയുന്നത്. ഈ പാപ്പിലയിലാണ് ടേസ്റ്റ് ബഡ്സ് കാണപ്പെടുന്നത്. ഓക്കെ, അതാണ് നാക്കിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നാക്ക് ഉറപ്പിച്ചിരിക്കുന്ന സ്നായുക്കളുടെ പേരാണ് എന്തായിരുന്നു, ഫ്രെനുലം എന്ന് പറയുന്ന സ്നായുക്കൾ. ഓക്കെ, ഫ്രെനുലം എന്ന് പറയുന്ന സ്നായുക്കൾ കൊണ്ടാണ് നാക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ ഇത് വായാണ്. വായ എങ്ങോട്ട് വരുന്നത്, ബക്കൽ ക്യാവിറ്റിയിലേക്ക് വരുന്നു. ബക്കൽ ക്യാവിറ്റിയിൽ നേരെ എവിടെ വരുന്നു, ഗ്രസനി അഥവാ ഫാരിങ്സിലേക്ക് വരുന്നു. ഓക്കെ, ഫാരിങ്സ്. ഓക്കെ, ആദ്യം ഇവിടെ ബക്കൽ ക്യാവിറ്റി വരുന്നു, ബക്കൽ ക്യാവിറ്റി, അതേപോലെ ഫാരിങ്സ് വരുന്നു. ഫാരിങ്സ് എന്ന് പറയുന്നത് വദനഗുഹ്ര ഒരു ചെറിയ ഗ്രസനിയിലേക്ക് തുറക്കുന്നു. ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവിടമാണ്. നമ്മൾ റെസ്പിറേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. റെസ്പിറേഷൻ്റെ നേസൽ ചേമ്പേഴ്സ് വന്ന് ഓപ്പൺ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന നീസൽ ചേമ്പർ വന്ന് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഗ്രസനി എന്ന് പറയുന്ന ഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഫാരിങ്സ് എന്ന് പറയുന്ന വദന ഗഹ്വരത്തിൻ്റെയും അതേപോലെ തന്നെ ഈ പറയുന്ന നേസൽ ചേമ്പറിൻ്റെയൊക്കെ അല്ലെങ്കിൽ ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതു ഇടമാണ് ഗ്രസനി എന്ന് പറയാം. ഓക്കെ, ഈ അന്നനാളവും ഈസോഫാഗസും അന്നനാളവും ശ്വാസനാളവും ഗ്രസനിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ശ്വാസനാളത്തിൻ്റെ ഇവിടെ നമ്മൾ ഇത് ഓൾറെഡി റെസ്പിറേഷൻ പറഞ്ഞതാണ്. ഈ പറയുന്ന അന്നനാളം എങ്ങനെ പോകുന്നു, അതിൻ്റെ ഇവിടെ കൂടി ശ്വാസനാളവും പോകുന്നുണ്ട്. ഈ ശ്വാസനാളത്തിൻ്റെ ഓപ്പണിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലോമം എന്ന് പറയുന്നത്. ക്ലോമം അഥവാ ഗ്ലോട്ടിസ് എന്ന് പറയും. ഈ ക്ലോമത്തിനെ കവർ ചെയ്തൊരു അടപ്പ് പോലെയുള്ള ഭാഗം കാണുന്നുണ്ട്. അതിനെയാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു എപ്പിഗ്ലോട്ടിസിൻ്റെ റോള്? ഈ ക്ലോമപിതാനം അഥവാ എപ്പിഗ്ലോട്ടിസ് എന്നറിയപ്പെടുന്ന തരുണാസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു ഫ്ലാപ്പ് പോലത്തെ ഒരു അടപ്പ് പോലത്തെയുള്ള ആ ഒരു ഭാഗം എന്ത് ചെയ്യും, നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് വായിൽ നമ്മൾ ചവച്ചരച്ച ആഹാരം ഗ്രസനി വഴി ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു കോമൺ ഓപ്പണിംഗ് ആണ് ഈ ഗ്രസനി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആഹാരം നമ്മുടെ
റെസ്പിറേറ്ററി ട്രാക്റ്റിനുള്ളിലേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ട്രക്കിലേക്ക് ഉള്ളിലേക്ക് പോകാതിരിക്കാനായിട്ട് തടയിടാനായിട്ടുള്ള ഒരു ഫ്ലോപ്പ് പോലത്തെയുള്ള സ്ട്രക്ചറാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ അല്ലെ ട്രാക്കിയയുടെ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ക്ലോമ എന്ന് പറയുന്നത്. അല്ല, ശ്വാസനാളത്തിലേക്കുള്ള വിടവിനെയാണ് ക്ലോമ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഗ്രസനി അഥവാ ഫാരിങ്സ് കഴിഞ്ഞിട്ട് നേരെ ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്? അന്നനാളത്തിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ. അപ്പം ഇത് നമ്മുടെ ബക്കൽ ക്യാവിറ്റി, ഗ്രസനി, നേരെ താഴേക്ക് പോകുന്നതിനെയാണ് ഈസോഫാഗസ് അഥവാ അന്നനാളം എന്ന് പറയുന്നത്. ഈസോഫാഗസ് അഥവാ അന്നനാളം എന്ന് പറയും. അന്നനാളം കനം കുറഞ്ഞ ഭിത്തിയോട് കൂടിയ നീളമുള്ള ഒരു കുഴലാണ്. അന്നനാളം കഴുത്ത്, ഉരസ്, പ്രാചീരം എന്നിവയിലൂടെ കടന്ന് ജെ ആകൃതിയിലുള്ള ആമാശയ സഞ്ചിയിലെത്തുന്നു. അപ്പോൾ എവിടെയൊക്കെ പോകുന്നുണ്ട്? ഈ കഴുത്ത്, അന്നനാളം എവിടെ നിന്ന് പോകുന്നു അല്ലേ? ഫാരിങ്സ് കഴിഞ്ഞിട്ട് നേരെ കഴുത്ത് വരുന്നുണ്ട്. പിന്നെ എന്ത് വരുന്നുണ്ട്? തൊറാക്സ് എന്ന് പറയുന്ന ഉരസ്. നമ്മളിവിടെ തൊറാസിക് ക്യാവിറ്റി ഒക്കെ പറഞ്ഞല്ലോ, ഈ ഭാഗത്തിനാണ് ഉരസ് അഥവാ തൊറാക്സ് എന്ന് പറയുന്നത്. തൊറാക്സ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ നമ്മുടെ ലങ്സിന് തൊട്ട് താഴെയായിട്ട് ഡയഫ്രം എന്ന് പറയുന്ന അല്ലെ പ്രാചീരം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. അവയിലൂടെ കടന്നിട്ട് എന്ത് ചെയ്യും? ജെ ഷേപ്ഡ് ആയിട്ടുള്ള ആമാശയ സഞ്ചിയിലേക്ക് അഥവാ സ്റ്റൊമക്കിലേക്കാണ് ഈ പറയുന്ന അന്നനാളം ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഈ അന്നനാളം ആമാശയ സഞ്ചിയിലേക്ക് വന്ന് തുറക്കുന്ന ഭാഗത്ത് ആമാശയ അന്നനാള പിദായക സ്നായു, ആമാശയ അന്നനാള പിദായക സ്നായു അഥവാ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ക്ചർ. ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ക്ചർ പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷെ മലയാളത്തിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും. ആമാശയ അന്നനാള പിദായക സ്നായു അഥവാ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ക്ചർ ആണ് ഈ അന്നനാളത്തിൻ്റെ ആമാശയത്തിൻ്റെയും ഇടയിലേക്ക് കാണപ്പെടുന്ന വിടവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു വിടവല്ല, നിയന്ത്രണ പേശിയാണ്. ഈ ആമാശയത്തിൽ നിന്ന് അല്ലെ നമുക്ക് അതിന് കുറച്ച് നേരം കഴിയുമ്പോൾ ആമാശയത്തിലുള്ള ഭാഗങ്ങളിലെ ആമാശയത്തിൽ ഏതൊക്കെ ആൾക്കാരാണ് കാണപ്പെടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ക്ചറിൻ്റെ റോൾ എന്താണെന്ന് പറയാം. അപ്പോൾ ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ഇപ്പോൾ തൽക്കാലം വായയിൽ നിന്ന് ബക്കൽ ക്യാവിറ്റി അഥവാ വദനഗഹ്വരം, പിന്നീട് ഗ്രസനിയിലേക്ക് വരുന്നു, അതിനുശേഷം ഈസോഫാഗസിലേക്ക് വരുന്നു. ഈസോഫാഗസ് എന്ത് ചെയ്യുന്നു? ഈസോഫാഗസ് ഒരു വലിയ കുഴലാണ്. കഴുത്ത് മുതൽ നമ്മുടെ ഡയഫ്രം വരെ വ്യാപിച്ചു കിടക്കുന്നു. അത് ജെ ഷേപ്ഡ് ആയിട്ടുള്ള ആമാശയത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഈ ആമാശയും അന്നനാളവും കൂടെ ചേരുന്ന ഭാഗത്ത് ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു ഭാഗം അല്ലെങ്കിൽ ഒരു നിയന്ത്രണ പേശി കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് ആമാശയ അന്നനാള പിദായക സ്നായു അഥവാ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ക്ചർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം അടുത്തത് നമ്മൾ പറഞ്ഞു ജെ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബാഗ് ലേക്ക് സ്ട്രക്ചറിലേക്കാണ് അന്നനാളം അഥവാ ഈസോഫാഗസ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറയുന്നു. ഈ സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ആമാശയം അഥവാ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഉദരാശയത്തിന് മുകൾ ഇടത് ഭാഗത്തായിട്ടാണ് ആമാശയത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഇതിന് 4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആമാശയം എന്ന് പറയുന്നത്. ഇതാണ് അന്നനാളം. അന്നനാളം വന്നിട്ട് നേരെ എവിടേക്ക് ചെയ്യുന്നു? ജെ ഷേപ്ഡ് ആയിട്ടുള്ള ആമാശയത്തിലേക്ക് തുറക്കുന്നു. ഇതിൻ്റെ 4 ഭാഗമുണ്ട്. ഈ പറയുന്ന അന്നനാളം വന്ന് ചേരുന്ന ഈ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഹൃദ്രാഗി അഥവാ കാർഡിയാക്ക് എന്ന് പറയുന്നതാണ്. ഹൃദ്രാഗി അഥവാ കാർഡിയാക്ക് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് അന്നനാളം വന്ന് ചേരുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മുൻഭാഗം വരുന്നുണ്ട്. അതാണ് ഫണ്ടിക് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, മുൻഭാഗം അഥവാ ഫണ്ടിക് വരുന്നുണ്ട്. ഈ ആമാശയം വന്ന് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് കാർഡിയാക് അഥവാ ഹൃദ്രാഗി എന്ന് പറയും. പിന്നെ ഒരു ഗാത്രഭാഗം വരുന്നുണ്ട്. അതാണ് മധ്യഭാഗം എന്ന് പറയുന്ന ബോഡി എന്നൊക്കെ അറിയപ്പെടുന്ന ഗാത്രഭാഗം വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഭാഗം അതിനെയാണ് പിൻഭാഗം അഥവാ പൈലോറിക് എന്ന് പറയുന്നത്. ഓക്കെ, പൈലോറിക് എന്ന് അറിയപ്പെടുന്നത്. ഈ പൈലോറിക് റീജിയനാണ് നേരെ നമ്മുടെ ചെറുകുടലിലേക്ക് തുറക്കുന്നത്. അപ്പോൾ എന്താണ്? അന്നനാളത്തിന് നേരെ നമ്മുടെ ആമാശയത്തിലേക്ക് ജെ ഷേപ്ഡ് ആയിട്ടുള്ള സഞ്ചി പോലെയുള്ള ആമാശയത്തിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിന് 4 ഭാഗമുണ്ട്.
ആമാശയം വന്ന് ചേരുന്ന ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? കാർഡിയാക് അഥവാ ഹൃദ്രാഗി എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ടൊരു മുൻഭാഗം വരുന്നുണ്ട്, അതാണ് ഫണ്ടിക് റീജിയൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ബോഡി എന്നറിയപ്പെടുന്ന മധ്യഭാഗം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന അവസാനത്തെ ഭാഗം അല്ലെങ്കിൽ പിൻ അഗ്രഭാഗത്തെയാണ് നമ്മൾ പറയുന്നത് പൈലോറിക് എന്ന് പറയുന്നത്. ഈ പൈലോറിക് ആണ് നേരെ എവിടേക്ക് പോകുന്നത്? നമ്മുടെ ചെറുകുടലിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഈ പൈലോറിക് ഭാഗത്തിന് ഈ പൈലോറിക് ഭാഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഒരു സ്പിങ്ചർ വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ചെറുകുടൽ പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, പൈലോറിക് സ്പിങ്ചർ വരുന്നുണ്ട്. പൈലോറിക് സ്പിങ്ചർ വരുന്നുണ്ട്. ഈ പൈലോറിക് സ്പിങ്ചർ എന്താണ്? നമ്മുടെ ഈ പറയുന്ന ചെറുകുടലിൻ്റെയും അതേപോലെ നമ്മുടെ ആമാശയത്തിൻ്റെയും ഇടയിലുള്ള ഭാഗത്തെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പേശി നിർമ്മിതമായ ഭാഗത്തിനെയാണ് നമ്മൾ പൈലോറിക് സ്പിങ്ചർ എന്ന് പറയുന്നത്. എവിടെ കാണുന്നു? നമ്മുടെ ഇവിടെ വരുന്ന ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ കാണപ്പെടുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ ആമാശയത്തിൻ്റെ അന്നനാളത്തിൻ്റെയും ഇടയിലുള്ള ഭാഗത്തെ കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രണ പേശിയാണ്. അതേപോലെ തന്നെ ആമാശയത്തിൻ്റെയും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും ഇടയിലുള്ള ഭാഗത്തെ കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രണ പേശിക്കാണ് പൈലോറിക് സ്പിങ്ചർ എന്ന് പറയുന്നത്. ഇവിടെ കാണപ്പെടുന്ന നിയന്ത്രണ പേശിക്ക് നമ്മൾ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ അഥവാ ആമാശയ അന്നനാള പിദായക സ്നായു എന്ന് പറയും. ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ. ഓക്കെ, ഇങ്ങനെ രണ്ട് സ്പിങ്ചർ അതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും കാണപ്പെടുന്നുണ്ട്. ഇനിയാണ് നേരെ ആമാശയത്തിൻ്റെ ഇവിടുന്ന് നേരെ ആമാശയത്തിൻ്റെ ഏറ്റവും പിൻ അഗ്രഭാഗം എന്ന് പറയുന്ന പൈലോറിക് ഭാഗം കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുന്നു? ചെറുകുടലിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. എന്താണ് നമ്മുടെ ഈ പറയുന്ന അന്നപഥത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ചെറുകുടലിനും വ്യക്തമായിട്ടുള്ള 3 ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. ആമാശയത്തിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു, ചെറുകുടലിനും വ്യക്തമായിട്ടുള്ള 3 ഭാഗമുണ്ട്. നമ്മുടെ ഈ പറയുന്ന ആമാശയം വന്ന് ചേരുന്ന അല്ലെ പൈലോറിക് സ്പിങ്ചർ കാണപ്പെടുന്നത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്തിനെ ആ ഭാഗത്തിനൊരു സി ഷേപ്ഡ് ഭാഗമാണ് വരുന്നത്. ആ സി ഷേപ്ഡ് ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡിയോഡിനം. അപ്പം സി ഷേപ്ഡ് ഭാഗമാണ് ഡിയോഡിനം. ചെറുകുടലിൻ്റെ ആമാശയം വന്ന് ചേരുന്ന ഭാഗത്ത് അല്ലെ ആമാശയം ചേർന്ന് കഴിഞ്ഞിട്ട് വരുന്ന സി ഷേപ്ഡ് ആയിട്ടുള്ള ഭാഗത്തിനെയാണ് ഡിയോഡിനം അഥവാ പക്വാശയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ജജുനം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മധ്യഭാഗത്തായിട്ട് നീണ്ട ചുരുളുകൾ കാണപ്പെടുന്ന ഭാഗമുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ജജുനം എന്ന് പറയുന്നു. അപ്പം ഇവിടുന്ന് നേരെ ഡിയോഡിനം എന്ന് പറയുന്നത് ഈ സി ഷേപ്ഡ് ഭാഗം വരുന്നു. ഇതിനെ ഡിയോഡിനം എന്ന് പറയുന്നു. ഡിയോഡിനം അതിൻ്റെ പക്വാശയം എന്ന് പറയുന്നു. ഡിയോഡിനം അഥവാ പക്വാശയം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ചുരുളുകൾ അല്ലെ ഇങ്ങനെ മടങ്ങി കിടക്കുന്ന ഭാഗം വരുന്നുണ്ട്. അതാണ് മധ്യാന്ത്രം അഥവാ ജജുനം എന്ന് പറയുന്നത്. മധ്യാന്ത്രം അഥവാ ജജുനം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ചുരുളുകളുള്ള ഭാഗമാണ് ഇലിയം എന്ന് പറയും. ഇലിയം അഥവാ രോഷാന്ത്രം എന്ന് പറയുന്നു. രോഷാന്ത്രം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഭാഗം ഡിയോഡിനം അഥവാ പക്വാശയം. അത് കഴിഞ്ഞ് കുറച്ച് ചുരുളുകളുള്ള ഭാഗം കാണുന്നു, അതിന് ജജുനം അഥവാ മധ്യാന്ത്രം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് രോഷാന്ത്രം അഥവാ ഇലിയം എന്ന് പറയുന്ന ഭാഗം കാണുന്നു. ഈ ഇലിയത്തിലാണ് കൂടുതൽ ചുരുളുകൾ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനും എവിടെയോ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല കൃത്യമായിട്ട് എനിക്ക് എവിടെയാണ് അത് എഴുതിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഈ പറയുന്ന കൂടുതൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് ചുളിവുകളുള്ള ആ ഭാഗത്തിനെയാണ് നമ്മൾ രോഷാന്ത്രം അഥവാ എന്ത് പറയുന്നു? ഇലിയം എന്ന് പറയുന്നത്. അങ്ങനെ വ്യക്തമായിട്ടുള്ള 3 ഭാഗങ്ങൾ ചെറുകുടലിനും കാണപ്പെടുന്നുണ്ട്. ആമാശയം പക്വാശയത്തിലേക്ക് തുറക്കുന്നത് പിൻ അഗ്രപിദായക സ്നായു അഥവാ പൈലോറിക് സ്പിങ്ചർ വഴിയാണ് കേട്ടോ. പിൻ അഗ്രപിദായക സ്നായു അഥവാ പൈലോറിക് സ്പിങ്ചർ എന്ന പേശി കൊണ്ട് നിയന്ത്രിച്ചിരിക്കുന്നു. രോഷാന്ത്രം വൻകുടലിലേക്ക് തുറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്താണ്? ഈ പറയുന്ന ഇവിടെയാണ് പൈലോറിക് സ്പിങ്ചർ അഥവാ പിൻ അഗ്രപിദായക സ്നായു കാണപ്പെടുന്നുണ്ട്. ഈ പറയുന്ന രോഷാന്ത്രം അഥവാ ഇലിയം എന്ത് ചെയ്യുന്നു? വൻകുടലിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ വൻകുടലിൻ്റെ ഭാഗം നോക്കി. ഈ പറയുന്ന വൻകുടലിന് 3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ സ്റ്റൊമക്കിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു,
ചെറുകുടലിൻ്റെ 3, സ്റ്റൊമക്കിന് എത്ര ഭാഗങ്ങളുണ്ട്? സ്റ്റൊമക്കിന് നമ്മൾ 4 ഭാഗങ്ങളാണ് പഠിച്ചല്ലേ. ബോഡി എന്ന് പറയുന്നൊരു ഭാഗവും കൂടി ഉണ്ടായിരുന്നു. ഇനി വൻകുടലിനും 3 ഭാഗങ്ങളുണ്ട്. സീക്കം, കോളൻ, റെക്റ്റം എന്ന് പറയുന്ന വൻകുടലിന് സീക്കം, കോളൻ, റെക്റ്റം അഥവാ മലാശയം എന്ന് പറയുന്ന 3 ഭാഗങ്ങളുണ്ട്. അപ്പം സീക്കം എന്ന് പറയുന്നത് ഒരു ചെറിയ സഞ്ചി പോലെ കാണപ്പെടുന്ന ഭാഗമാണ്. ഇതാണ് നേരെ നമ്മുടെ ചെറുകുടൽ കഴിഞ്ഞിട്ട് വരുന്ന ഇവിടെയാണ് നമ്മുടെ വൻകുടൽ ഓപ്പൺ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സീക്കം എന്ന് പറയുന്നത്. ഈ സീക്കത്തിൽ ചില സൂക്ഷ്മ സഹജീവികൾ ജീവിക്കുന്നുണ്ട്. ഇവ നമുക്ക് ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മ സഹജീവികൾ ഉള്ള ഭാഗത്തിനെയാണ് വൻകുടൽ എന്ന് പറയുന്നത്. പിന്നെ ഈ സീക്കത്തിൽ നിന്ന് വിരൽ പോലെ തള്ളി നിൽക്കുന്നൊരു ഭാഗമുണ്ട്. അതിനെയാണ് വേർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ചിലപ്പം ഈ സീക്കത്തിൽ കാണപ്പെടുന്ന വേർമിഫോം അപ്പൻഡിക്സിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കല്ലുകളും അതും ഇതൊക്കെ പോയിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് നമുക്ക് ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി, അപ്പൻഡിസൈറ്റിസ് ഒക്കെ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും ഇല്ലേ. ഇതൊരു വെസ്റ്റീജിയൽ ഓർഗനാണ്, നമുക്ക് ആവശ്യമില്ലാത്തൊരു ഓർഗനാണ്. എന്നാലും എന്താണ്, ഇവിടെ സീക്കത്തിൽ നിന്ന് വിരൽ പോലെ തള്ളി നിൽക്കുന്ന ആ ഭാഗത്തിനാണ് വേർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സീക്കത്തിൽ ചെറിയ ചെറിയ സൂക്ഷ്മജീവികളുമുണ്ട്. സീക്കം കഴിഞ്ഞ് വരുന്ന ഭാഗത്തിനെയാണ് കോളൻ എന്ന് പറയുന്നത്. ഈ കോളത്തിനെയും നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കോളൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നൊരു ഭാഗമുണ്ട്. ഇതിനെയാണ് അസെൻഡിങ് കോളൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ നിരപ്പിൽ പോകുന്നൊരു ഭാഗമുണ്ട്. അതിന് ട്രാൻസ്വേഴ്സ് കോളം എന്ന് പറയുന്നു. ഈ ട്രാൻസ്വേഴ്സ് കോളം കഴിയുമ്പോഴത്തേന് നേരെ താഴേക്ക് ഡിസെൻഡിങ് ആയിട്ടുള്ള ഒരു കോളൻ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിസെൻഡിങ് കോളൻ എന്ന് പറയുന്നത്. അപ്പം 3 ഭാഗങ്ങളുണ്ട് കോളന്. ഒന്ന് അസെൻഡിങ് കോളൻ, രണ്ടാമത് ട്രാൻസ്വേഴ്സ് കോളൻ ആൻഡ് മൂന്നാമത് എന്താണ്, ഡിസെൻഡിങ് കോളൻ. ഇതിന് മലയാളം വാക്കുകൾ ഉണ്ട്. അപ്പോൾ സീക്കം കോളനിലേക്ക് തുറക്കുന്ന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി കോളൻ 4 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. 4 ഇല്ല കേട്ടോ, 3 ഉള്ളൂ. 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. മുകളിലേക്കുള്ള ആരോഹണ ഭാഗം അഥവാ അസെൻഡിങ് കോളം, അതേപോലെ കുറുകെയുള്ള തിരശ്ചീന ഭാഗം അഥവാ ട്രാൻസ്വേഴ്സ് കോളൻ, മൂന്നാമത്തെ അവരോഹണ ഭാഗം അഥവാ എന്താണ് ഡിസെൻഡിങ് കോളൻ എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഇനി വൻകുടലിൻ്റെ 3ആമത്തെ ഭാഗമാണ് അല്ലേ. ഇതിപ്പോൾ നമ്മുടെ കോളൻ്റെ വൻകുടൽ സീക്കം, കോളൻ, റെക്റ്റം എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സീക്കത്തിൽ സൂക്ഷ്മജീവികളുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന കോളൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ ആൻഡ് ഡിസെൻഡിങ് കോളൻ, അങ്ങനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് റെക്റ്റം അഥവാ മലാശയം എന്ന് പറയുന്നത്. അവരോഹണ ഭാഗത്തെ തുടർന്ന് മലാശയം കാണപ്പെടുന്നു. ഈ മലാശയത്തിലാണ് നമ്മുടെ ദഹിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ആഗിരണം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് വേസ്റ്റ് ആയിട്ടുള്ള ഭാഗം വരുന്നത്. മലാശയത്തിൽ ശേഖരിക്കുന്ന ഫീക്കൽ മാറ്ററാണ് മലദ്വാരം വഴി പുറത്തേക്ക് പോകുന്നത്. ഇത് ഇത്രയാണ് നമ്മുടെ അന്നപഥത്തിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ വരുന്നുണ്ടായിരുന്നു? ആദ്യം വരുന്ന വായ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് വദനഗഹ്വരം വരുന്നുണ്ട്. വദനഗഹ്വരത്തിൽ പല്ലുകളും നാക്കുകളും നാക്കുകളില്ല, നാക്കും കാണപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗ്രസനി വരുന്നു. ഗ്രസനി എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസനാളത്തിൻ്റെ അന്നനാളത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഗ്രസനി ശ്വാസനാളത്തിലേക്ക് തുറക്കുന്ന ഭാഗത്ത് ക്ലോമം എന്ന് പറയുന്ന ഒരു ഭാഗത്തിലൂടെയാണ് ശ്വാസനാളത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അവിടെ ക്ലോമപിതാന അഥവാ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചറാണ് നമ്മൾ ആഹാരം വിഴുങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് ഫുഡ് കടക്കാതെ സഹായിക്കുന്നത്. പിന്നെ ഈ ഗ്രസനിയിൽ നിന്ന് അന്നനാളം അഥവാ ഈസോഫാഗസ് ആണ് അടുത്ത നമ്മുടെ നമ്മുടെ അന്നപഥത്തിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് അന്നനാളം അഥവാ ഈസോഫാഗസ് ആണ് പറയുന്നത്. ഈസോഫാഗസ് ഒരു ലെങ്തി ആയിട്ടുള്ള ഭാഗമാണ് വരുന്നത്. അത് നമ്മുടെ കഴുത്ത്, അതേപോലെ നമ്മുടെ ഫാരിങ്സും കഴിഞ്ഞ് നമ്മുടെ ഡയഫ്രോം കഴിഞ്ഞിട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക് ലേക്ക് സ്ട്രക്ചറിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ആ ബാക്ക് ലേക്ക് സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൊമക് അഥവാ ആമാശയം. ഇതിന് 4 ഭാഗമുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്ന ആദ്യത്തെ ഭാഗം, ആദ്യത്തെ ഭാഗത്തിന് പറയുന്നത് എന്തായിരുന്നു? കാർഡിയാക് അഥവാ ഹൃദ്രാഗി എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മുൻ അഗ്രഭാഗം വരുന്നുണ്ട്, അതാണ് ഫണ്ടിക്. പിന്നെ ബോഡി എന്ന് പറയുന്ന ഒരു മധ്യഭാഗം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പൈലോറിക് എന്ന് പറയുന്ന പിൻ അഗ്ര
ഭാഗവും വരുന്നുണ്ട്. ഈ അഗ്രഭാഗത്തിൽ നിന്നാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അവിടെ ഈ പറയുന്ന ആമാശയത്തിൻ്റെ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗം വരുന്നില്ല, ഒരു മസിൽ പോലത്തുള്ള സ്ട്രക്ചർ വരുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പൈലോറിക് സ്ഫിങ്ക്ചർ അഥവാ അഗ്ര വിധായക സ്നായു എന്ന് പറയുന്നത്. പോലെ ഇതിൻ്റെ ഓപ്പണിങ് ജെ ഷേപ്ഡ് സ്റ്റൊമക്കിലേക്ക് ഓപ്പൺ ചെയ്യുന്ന അന്നനാളം വന്നല്ലേ ഈസോഫാഗസ് വന്ന് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തും ഒരു സ്ഫിങ്ക്ചർ ഉണ്ടായിരുന്നു. അതിന് പറയുന്ന പേരായിരുന്നു ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ചർ അഥവാ ആമാശയ അന്നനാള വിധായക സ്നായു എന്ന് പറയും. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിന് 3 ഭാഗം ഉണ്ടായിരുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ 3 ഭാഗം ഏതൊക്കെയായിരുന്നു? സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകുടലിൻ്റെ 3 ഭാഗങ്ങൾ വരുന്നുണ്ട്. അതാണ് ഡിയോഡിനം അഥവാ പക്വാശയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് ജജുനം അഥവാ മധ്യാന്ത്രം എന്ന് പറയുന്നു. മധ്യാന്ത്രം അല്ലേ. അത് കഴിഞ്ഞ് ഇലിയം അഥവാ രോഷാന്ത്രം എന്ന് പറയുന്ന ഭാഗം വരുന്നുണ്ട്. ഈ ചെറുകുടലിൻ്റെ ഏറ്റവും അടക്കമുള്ള ഭാഗമാണ് ഇലിയം അഥവാ രോഷാന്ത്രം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ തുടർന്ന് അല്ലെ അവിടെ ഒരു സ്ഫിങ്ക്ചർ അവിടെ നമ്മൾ സ്ഫിങ്ക്ചർ പറഞ്ഞോ? ഇവിടുത്തെ സ്ഫിങ്ക്ചറിൻ്റെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം കേട്ടോ. അപ്പോൾ ഈ വൻകുടൽ കഴിഞ്ഞിട്ട് നേരെ ചെറുകുടൽ കഴിഞ്ഞിട്ട് നേരെ വൻകുടലിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. വൻകുടലിന് 3 ഭാഗങ്ങളുണ്ട്: സീക്കം, കോളൻ, റെക്ടം എന്ന് പറയുന്നത്. സീക്കം എന്ന് പറയുന്നത് ചെറിയ സൂക്ഷ്മ ജീവികൾ ഉൾപ്പെടുന്ന ഭാഗമാണ്. സീക്കം കഴിഞ്ഞിട്ട് കോളനിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. കോളന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഒരു അസെൻഡിങ് ഭാഗം, ആരോഹണ ഭാഗം, അതേപോലെ ട്രാൻസ്വേഴ്സ് തിരശ്ചീന ഭാഗം, അതേപോലെ അവരോഹണ ഭാഗം അഥവാ ഡിസെൻഡിങ് കോളൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് റെക്ടം വരുന്നത്. റെക്ടം അഥവാ മലാശയത്തിലാണ് ഫീക്കൽ മാറ്റേഴ്സ് സ്റ്റോർ ചെയ്യുന്നത്. അത് മലദ്വാരം വഴി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത്. ഇത് ഇത്രയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ അല്ലെ ആ അന്നപഥത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ.